രൂപ ഇല്ലെങ്കിൽ പോലും ഈ ഒരൊറ്റ ചാണക്യതന്ത്രം ഉപയോഗിക്കാം. സാമ്പത്തിക വിജയത്തിനുള്ള ചാണക്യതന്ത്രങ്ങൾ. കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് എന്നെങ്കിലും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടോ? കഴിവുണ്ടായിട്ടും ബുദ്ധിയുണ്ടായിട്ടും സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ ആഗ്രഹിച്ച പോലൊരു ജീവിതം കെട്ടിപ്പടുക്കാനോ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന ഒരൊറ്റ ചിന്ത നിങ്ങളെ പുറകോട്ട് വലിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ കാലത്ത് നമ്മളിൽ ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത് വിജയിക്കാൻ പണം അത്യാവശ്യമാണ് എന്നാണ്. പണമില്ലാതെ ഒന്നും നടക്കില്ലെന്ന് നമ്മൾ സ്വയം പറഞ്ഞ് വിശ്വസിക്കുന്നു. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കപ്പെട്ടത് പണം കൊണ്ടല്ല, മറിച്ച് തന്ത്രങ്ങൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കും. അവിടെയാണ് ആചാര്യ ചാണക്യന്റെ പ്രശസ്തി. ഒരൊറ്റ നാണയം പോലും കയ്യിലില്ലാതെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന ചന്ദ്രഗുപ്തൻ എന്ന ബാലനെ ഭാരതം കണ്ട ഏറ്റവും വലിയ ചക്രവർത്തിയാക്കി മാറ്റാൻ ചാണക്യന് സാധിച്ചുവെങ്കിൽ ആ തന്ത്രങ്ങൾ ഇന്നും പ്രശസ്തമാണ്. കയ്യിൽ പണമില്ല എന്നത് ഒരു പരാജയമല്ല, മറിച്ച് അതൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തെ മറികടക്കാൻ ചാണക്യൻ നിർദ്ദേശിച്ച അധികമാരും ശ്രദ്ധിക്കാത്ത എന്നാൽ അതീവ ശക്തമായ ഒരു തന്ത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ എന്തു തന്നെയായാലും അതിൽ നിന്ന് കരകയറാനുള്ള ഒരു വ്യക്തമായ വഴി നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ നമുക്ക് തുടങ്ങാം. പക്ഷേ അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഞാൻ വിജയിക്കാൻ തയ്യാറാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ഈ ചെറിയ പ്രവൃത്തി ഇതുപോലെയുള്ള നല്ല അറിവുകൾ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കും. എന്താണ് യഥാർത്ഥ സമ്പത്ത്? ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള പണമല്ല, മറിച്ച് നമ്മുടെ അറിവും ധൈര്യവും കൃത്യമായി ആസൂത്രണവുമാണ് യഥാർത്ഥ ധനം. കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ചാണക്യൻ പറയുന്നത് നിങ്ങൾ തെറ്റായ കാര്യത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ്. ചാണക്യൻ പ്രയോഗിച്ച ആ പ്രധാന തന്ത്രം എന്താണെന്ന് അറിയാമോ? അത് ബുദ്ധിശക്തിയെ മൂലധനമാക്കുക എന്നതാണ്. ഇതൊരു സാധാരണ ഉപദേശമായി കാണരുത്. ഇതിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. പണമില്ലാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് ഈ തന്ത്രം ഉപയോഗിക്കേണ്ടത് എന്ന് 5 ഘട്ടങ്ങളിലായി നമുക്ക് പരിശോധിക്കാം. 1. ആത്മവിശ്വാസം എന്ന മൂലധനം. ചാണക്യൻ പറയുന്നു, ധനമില്ലാത്തവനല്ല ദരിദ്രൻ, മറിച്ച് വിദ്യയും ഉത്സാഹവും ഇല്ലാത്തവനാണ് യഥാർത്ഥ ദരിദ്രൻ. നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പണം കണ്ടെത്താൻ ഓടുകയല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ഭയം മാറ്റുക എന്നതാണ്. പണമില്ലാത്തവൻ പലപ്പോഴും തോൽവി മുന്നിൽ കാണുന്നു. എന്നാൽ ചാണക്യൻ ചന്ദ്രഗുപ്തനെ പഠിപ്പിച്ചത് നീ രാജാവാണ് എന്ന് ചിന്തിക്കാനാണ്. തെരുവിൽ നിൽക്കുമ്പോഴും ഒരു രാജാവിന്റെ മനസ്ഥിതി സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഇതിനെ ആകർഷണ നിയമം എന്ന് വിളിക്കുന്നു. നിങ്ങൾ വിജയിക്കാൻ പോകുന്ന വ്യക്തിയാണെന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ പണം നിങ്ങളെ തേടി വരും. കാരണം ലോകം ബഹുമാനിക്കുന്നത് പണത്തെയല്ല, മറിച്ച് പണം ഉണ്ടാക്കാൻ കഴിവുള്ള നിങ്ങളുടെ ബുദ്ധിയെയാണ്. അതിനാൽ ആദ്യം സ്വയം വിശ്വസിക്കുക. എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന ചിന്ത മാറ്റി എൻ്റെ കയ്യിൽ എൻ്റെ ബുദ്ധിയുണ്ട് എന്ന് ചിന്തിച്ചു തുടങ്ങുക. ഘട്ടം 2. ബന്ധങ്ങളെ സമ്പത്താക്കുക. ചാണക്യന്റെ ഏറ്റവും വലിയ തന്ത്രം ഇതായിരുന്നു. നന്ദവംശത്തെ തോൽപ്പിക്കാൻ ചാണക്യന്റെ കയ്യിൽ സൈന്യമോ പണമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് ആളുകളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. കയ്യിൽ പണമില്ലാത്തപ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് സാമൂഹിക മൂലധനമാണ്, അതായത് നല്ല ബന്ധങ്ങൾ. നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ കഴിവും വിശ്വസിക്കാൻ തയ്യാറുള്ള ആളുകളെ കണ്ടെത്തുക. പണമുള്ളവർക്ക് എപ്പോഴും പുതിയ ആശയങ്ങൾ ആവശ്യമാണ്. പണമില്ലാതെ എന്നാൽ ബുദ്ധിയുള്ള നിങ്ങൾക്ക് ആ വിടവ് നികത്താൻ സാധിക്കും. നിങ്ങൾക്കൊരു കച്ചവടം തുടങ്ങണം, പക്ഷെ പണമില്ല. എന്നാൽ ആ ആശയത്തിൽ വിശ്വസിക്കുന്ന പണം മുടക്കാൻ തയ്യാറുള്ള ഒരാളെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ നിക്ഷേപം പണമല്ല, നിങ്ങളുടെ ബുദ്ധിയാണ്. ചാണക്യൻ രാജാക്കന്മാരെയും സൈനാധിപരെയും തന്റെ വാക്കുകൾ കൊണ്ട് സ്വാധീനിച്ചു. നിങ്ങൾക്കും അത് സാധിക്കും. പണം അന്വേഷിക്കുന്നതിനു മുമ്പ് പകരം അവസരങ്ങൾ തരാൻ സാധിക്കുന്ന ആളുകളെ അന്വേഷിക്കുക. ഘട്ടം 3. അറിവിനെ ആയുധമാക്കുക. ചാണക്യനീതിയിലെ ഏറ്റവും പ്രശസ്തമായ വരികളിൽ ഒന്നാണിത്. അറിവുള്ളവൻ എല്ലായിടത്തും ആദരിക്കപ്പെടുന്നു. പണം മോഷ്ടിക്കപ്പെട്ടേക്കാം, ചിലവായി പോയേക്കാം, എന്നാൽ നിങ്ങളുടെ അറിവ് ആർക്കും എടുക്കാൻ കഴിയില്ല.
നിങ്ങൾ സാമ്പത്തികമായി തകർന്നു നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ നിക്ഷേപം സ്വന്തം അറിവ് വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇന്നത്തെ കാലത്ത് ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു പുതിയ തൊഴിൽ നൈപുണ്യം പഠിക്കുക. അത് വിപണന തന്ത്രങ്ങളാകാം, വിൽപ്പനയാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം. പണം ആവശ്യമില്ലാത്ത എന്നാൽ വലിയ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന കഴിവുകൾ ഇന്ന് നിരവധിയുണ്ട്. നിങ്ങളുടെ അറിവ് വർദ്ധിക്കുമ്പോൾ സമൂഹത്തിൽ നിങ്ങളുടെ മൂല്യം വർദ്ധിക്കുന്നു. മൂല്യം വർദ്ധിച്ചാൽ പണം താനേ വരും. ചാണക്യൻ ചന്ദ്രഗുപ്തന് കൊടുത്തത് സ്വർണമല്ല, യുദ്ധങ്ങളും ഭരണതന്ത്രങ്ങളുമാണ്. ആ അറിവാണ് പിന്നീട് സ്വർണമായി മാറിയത്. ഘട്ടം 4. രഹസ്യങ്ങൾ സൂക്ഷിക്കുക. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നത് വരെ അത് മറ്റുള്ളവരോട് വെളിപ്പെടുത്തരുത്. പണമില്ലാത്ത സമയത്ത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം നമ്മുടെ വലിയ പദ്ധതികൾ എല്ലാവരോടും വിളിച്ചു പറയുന്നു എന്നതാണ്. ഇത് 2 പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആളുകൾ നിങ്ങളെ പരിഹസിക്കും. അത് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കും. നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളെ തകർക്കാനുള്ള വഴിയൊരുക്കും. നിശബ്ദമായി ജോലി ചെയ്യുക. നിങ്ങളുടെ വിജയമായിരിക്കണം ശബ്ദമുണ്ടാക്കേണ്ടത്. കയ്യിൽ പണമില്ലാത്തവന്റെ ഏറ്റവും വലിയ ആയുധം അവന്റെ അപ്രതീക്ഷിത നീക്കങ്ങളാണ്. ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വിജയിച്ചു കാണിക്കുക. ചാണക്യൻ നന്ദരാജാവിനെ വീഴ്ത്തിയത് ആരും അറിയാതെ നടത്തിയ നീക്കങ്ങളിലൂടെയാണ്. നിങ്ങളുടെ ദാരിദ്ര്യം ഒരു മറയായി ഉപയോഗിക്കുക. ആളുകൾ നിങ്ങളെ എഴുതി തള്ളുമ്പോൾ നിങ്ങൾ ഉള്ളിൽ സാമ്രാജ്യം പണിയുകയായിരിക്കണം. ഘട്ടം 5. സാഹസികത കാണിക്കാനുള്ള ധൈര്യം. ഒന്നുമില്ലാത്തവരെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം. സമ്പന്നനായ ഒരാൾക്ക് വലിയ തീരുമാനങ്ങൾ എടുക്കാൻ പേടിയായിരിക്കും. കാരണം അയാൾക്ക് സമ്പത്ത് നഷ്ടമാകുമോ എന്ന ഭയമുണ്ട്. എന്നാൽ കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്ത നിങ്ങൾക്ക് എന്തിനു ഭയക്കണം? ചാണക്യൻ പറയുന്നത് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവനാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മനുഷ്യൻ എന്നാണ്. ഈ അവസ്ഥയെ ഉപയോഗപ്പെടുത്തുക. വലിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുക. കഠിനാധ്വാനം ചെയ്യാൻ മടിക്കാതിരിക്കുക. ദിവസത്തിൽ 14-16 മണിക്കൂർ ജോലി ചെയ്യുക. മറ്റുള്ളവർ വിശ്രമിക്കുമ്പോൾ നിങ്ങൾ ഓടുക. കാരണം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ശൂന്യതയിലാണ്. ഇനി എങ്ങോട്ട് പോയാലും അത് മുന്നോട്ടുള്ള വഴി മാത്രമാണ്. ആശയത്തിന്റെ കാതൽ. ഇനി നമുക്കിതിന്റെ കാതലായ വശത്തിലേക്ക് വരാം. ചാണക്യൻ ഒരിക്കലും പണത്തെ വെറുത്തിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ധർമ്മത്തിലൂടെ സമ്പാദിക്കുന്ന പണം നിലനിൽക്കും എന്നാണ്. എന്നാൽ പണമില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം നിർദ്ദേശിച്ച ഒരൊറ്റ തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ അത് സാഹചര്യത്തിന് ഒത്തുമാറാനുള്ള കഴിവാണ്. വെള്ളം പോലെ ആകുക. തടസ്സങ്ങൾ വരുമ്പോൾ വഴിമാറി ഒഴുകുക. പക്ഷേ ലക്ഷ്യത്തിലേക്ക് തന്നെ പോവുക. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ ശാശ്വതമല്ല. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദാരിദ്ര്യം ഒരു പരീക്ഷണം മാത്രമാണ്. ചാണക്യൻ പറയുന്നു, കഷ്ടപ്പാടുകൾ മനുഷ്യനെ ബലവാനാക്കുന്നു. ഒരു കാര്യം ഓർക്കുക, പണം എന്നത് ഒരു ഊർജമാണ്. അത് ആകർഷിക്കപ്പെടുന്നത് ആത്മവിശ്വാസമുള്ള, വ്യക്തമായ ലക്ഷ്യമുള്ള, കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യരിലേക്കാണ്. നിങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് എനിക്ക് പണമില്ല എന്ന് കരഞ്ഞതുകൊണ്ട് ആരും നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല. മറിച്ച് എൻ്റെ കയ്യിൽ ഇന്ന് കഴിവുണ്ട്, എനിക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ലോകം നിങ്ങൾക്ക് പണം തരാൻ തയ്യാറാകും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ ഉള്ളിലെ ചാണക്യനെ ഉണർത്തുക. വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ബുദ്ധിപൂർവം ചിന്തിക്കുക. ഓരോ ദിവസവും കണ്ണാടിയിൽ നോക്കി സ്വയം ചോദിക്കുക, ഇന്നെൻ്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്തു? ഇന്ന് നിങ്ങൾ 1 രൂപ പോലും സമ്പാദിച്ചില്ലെങ്കിലും പുതിയൊരു അറിവ് നേടിയെങ്കിൽ നിങ്ങൾ ഇന്നലത്തേക്കാൾ സമ്പന്നനാണ്. കാരണം നാളെ ആ അറിവ് പണമായി മാറും. ഈ തന്ത്രങ്ങൾ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുക, എന്നെ തളർത്താൻ ഒന്നിനും സാധിക്കില്ല എന്ന്. നിങ്ങളുടെ ആ തീരുമാനം അവിടെ കുറിച്ചിടൂ. ചാണക്യനീതി വെറും ഒരു പുസ്തകമല്ല, അതൊരു ജീവിത രീതിയാണ്. കയ്യിൽ പണമില്ലാത്തത് ഒരു കാലത്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. ചരിത്രത്തിൽ വിജയിച്ച ഭൂരിഭാഗം ആളുകളും ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയവരാണ്. അവർക്കില്ലാത്ത എന്നാൽ നിങ്ങൾക്ക് ഇന്ന് ഉള്ള ഒരു കാര്യമുണ്ട്. അത് ഇന്റർനെറ്റും അതുപോലെയുള്ള അറിവുകളുമാണ്. ചാണക്യൻ അന്ന് കാടുകൾ താണ്ടി വേണമായിരുന്നു അറിവ് തേടാൻ. നിങ്ങൾക്കിത് വിരൽ തുമ്പിൽ ലഭ്യമാണ്. എന്നിട്ടും നിങ്ങൾ തോറ്റുപോയാൽ അതിന് ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കും. നിങ്ങളുടെ ബുദ്ധിയാണ് നിങ്ങളുടെ സമ്പത്ത്. നിങ്ങളുടെ വാക്കുകളാണ് നിങ്ങളുടെ ഉറപ്പുകൾ. നിങ്ങളുടെ പ്രവൃത്തികളാണ് നിങ്ങളുടെ നിക്ഷേപം. ഇത് തിരിച്ചറിഞ്ഞാൽ നിങ്ങളെ തളർത്താൻ പിന്നെ ആർക്കും സാധിക്കില്ല. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ വെളിച്ചം നൽകി എന്ന് വിശ്വസിക്കുന്നു. ഓർക്കുക, തുടക്കം എപ്പോഴും കഠിനമായിരിക്കും. പക്ഷേ ചാണക്യൻ പറഞ്ഞതുപോലെ ഏതു വലിയ യാത്രയും തുടങ്ങുന്നത് ഒരൊറ്റ ചുവടിൽ നിന്നാണ്. ആ
ചുവട് ഇന്ന് തന്നെ വെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ വീഡിയോയ്ക്കൊരു ലൈക്കും അതുപോലെ തന്നെ നല്ലൊരു കമൻറ്റും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.